എൻ്റെ ചെറുക്കൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്നലെ. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പക്ഷേ മലയാള മാസം നോക്കുമ്പോൾ ഇന്നലെയായിരുന്നു അവൻ്റെ പിറന്നാൾ. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. സാരിയൊക്കെ കൊടുത്ത് എൻ്റെ മോനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നല്ല ഭംഗിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ തണുപ്പ് അതിന് സമ്മതിക്കുന്നില്ല. അത്ര തണുപ്പായിരുന്നു കേട്ടോ. ഇതിന് ഇട്ട് പോയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ ബാലാജി ടെമ്പിൾ ഹാമിൽട്ടണിലാണ്. നമ്മൾ ഇടയ്ക്ക് വരുന്ന ടെമ്പിളാണിത്. ഒരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാർ പാർക്കിംഗ് കിട്ടാണ്ട് എൻ്റെ ഹസ്ബൻഡ് ദൂരെ ഇവിടെ പോയിട്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ ഞാനും മോനും ഉള്ളിൽ കയറാൻ കരുതി. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിലും പോവാട്ടോ, ജീൻസോ എന്ത് വേണമെങ്കിലും. പിന്നെ ഉള്ളിൽ വീഡിയോഗ്രാഫിയും അലൗഡാണ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അവർ നല്ല എന്തോ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടി ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. പിന്നെ സാധാരണ ദിവസങ്ങളിൽ ടെമ്പിൾ രാവിലെ 11 മണിക്കാണ് ഓപ്പൺ ചെയ്യുക. വീക്കെൻഡ്സിൽ രാവിലെ 9:30 ആയിരിക്കും കേട്ടോ തുറക്കുക. അപ്പോൾ നമ്മൾ രാവിലെ 9:30 പോയത്. ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു അമ്പല ദർശനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മസാല ദോശ നിർബന്ധമാണല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോയത് ബാലാസ് കിച്ചണിലേക്കാണ്. അവരുടെ പുതിയ ഔട്ട്ലെറ്റാണ്. നല്ല ആംബിയൻസുള്ള നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ബുഫേ ഉണ്ടായിരുന്നു. ഒരു തമിഴ് റെസ്റ്റോറൻ്റാണത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലായിരിക്കും അവിടുത്തെ ഫുഡൊക്കെ. ഉഴുന്നുവട, ഇഡ്ഡലി, ദോശ, നെയ് റോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല മസാല ചായയും കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ മോൻ നല്ല ത്രില്ലിലാണ് കേട്ടോ. അവന് പുറത്തേക്ക് പോകാമെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ തണുപ്പായ കാരണം അധികം ഇറക്കാത്തതാണ്. ഇവൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് വീട്ടിൽ സാമ്പാറും നല്ല സദ്യയൊക്കെ ഒരുക്കി പായസമൊക്കെ വെക്കണം എന്നായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. ആൾ ഒഴിവില്ലാത്ത കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് അടിച്ചത്. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പായസം മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചത് തിരിച്ച് വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ.